എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിക്കവാറും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു തീയലാണ് ഉള്ളിത്തീയൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളിത്തീയലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അത് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാളംപുളിയാണ്. ഞാനിപ്പോൾ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് എടുക്കാം. അപ്പോൾ 1.5 കപ്പിന് ഞാനിപ്പോൾ ഒരു 2 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വറുത്തെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യമേ മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ കപ്പിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാനിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി ഈ തേങ്ങ വറുത്തെടുക്കുന്ന കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വേണം തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഈ തേങ്ങയെല്ലാം നമുക്ക് നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ നമ്മൾ ആദ്യമേ മിക്സിയിൽ ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങയെല്ലാം ഒരേപോലെ മൂത്ത് ഒരേപോലെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അങ്ങ് മൂത്ത് ബ്രൗൺ കളറായി കിട്ടും. എന്നാൽ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും മൂത്ത് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇത് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തത്. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രം മതി. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് സ്റ്റൗ വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പാനിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും അങ്ങ് മൂത്ത് പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് കൊത്തി എടുത്തിട്ടുണ്ട്. ഇതൊരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തീയൽ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും ഈ തേങ്ങാക്കൊത്ത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തേങ്ങ വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പാനിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 പച്ചമുളകും കൂടി കീറി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ആദ്യമേ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നത് വീണ്ടും ഒരു സ്പൂൺ കൊണ്ട് തട്ടിയിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 തവണ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ചപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ ഓയിലാണ്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ വാളംപുളിയിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പുളി പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പുളിയുടെ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
നമ്മൾ പുളിവെള്ളവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ പുളിവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമ്മൾ തേങ്ങ വറുത്ത് അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ കപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വറുത്തരച്ച തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്തരച്ച മിക്സിയുടെ കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരണം. അപ്പോൾ അതുവരെ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിലിപ്പോൾ പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഞാനതുകൊണ്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്